കുളിച്ചേച്ചും വരാം. വരുന്ന വഴിക്ക് പാടത്തും പോയിട്ട് വരാം. അപ്പാപ്പാ, ഇത് കാപ്പി. ഈശോയെ, സമയം എന്തായി? 6:30 കഴിഞ്ഞു. താഴേക്ക് വെള്ളം കൊടുത്തോ? ഇല്ല, പുല്ല് തിന്നുന്നുണ്ട്. വെള്ളം കൊടുക്കാൻ നോക്ക്. ചവിട്ടിക്കാൻ ആളിങ്ങെത്തും. ശരി. ആ, വർക്കി എന്തിയെ? അപ്പം കുളിക്കാൻ പോയിരിക്കാം. എന്താടി ലിസി എണീറ്റില്ലേ? അതിന് ഉച്ചയിൽ സൂര്യൻ ഉദിക്കണ്ടേ? ആ, എണീറ്റ് അവളോട് പാല് കൊണ്ടുപോയി കൊടുക്കാൻ പറയും. പെൺകുട്ടികൾക്ക് ഉറങ്ങുന്നതിനും ഇല്ലേ ഒരു കണക്ക്? ആ, ഇതെടുത്ത് അകത്ത് കൊണ്ടുവയ്ക്ക്. ഇവിടെ ഒന്ന് ചൊറിഞ്ഞേ. ഈ ചെള്ളിന്റെ ഒരു കടിയേ മതിയോ? ചൊറിയടി. ചൊറിയാൻ പറഞ്ഞ മാന്തല. ഈ അമ്മച്ചിക്ക് എപ്പോഴും ചൊറിച്ചില്ല. ഞാൻ പോണു. എന്താടി ഇതുവരെ തീർന്നില്ലേ? അതിന് മുറ്റം നിറയെ എന്തോരം ചവറ. മുഴുവൻ അടിച്ചങ്ങോട്ട് തീരണ്ടേ? എന്താടാ നടയിലാണോ പല്ലിരിക്കുന്നേ? അങ്ങോട്ട് മാറിയിരുന്നൂടെ? മോളെ, ഇങ്ങനെ തുള്ളി ചാടിപ്പോയാ കടയിലെത്തുമ്പോ പാല് മുഴുവൻ തുളുപ്പിപ്പോവും. പതുക്കെ പോ. അത് പാത്രം നിറഞ്ഞിട്ടാ. പാത്രം നിറഞ്ഞ പതുക്കെ പോണം. ചോദ്യ പോകുമ്പം തുളുമ്പുന്നുണ്ടോ? എടി ബീഡി തീർന്നു. ഒരു കെട്ട് ബീഡിയും കൂടെ. ഇങ്ങോട്ട് തറ. മോളെ, ഇതിനെ എവിടെ കെട്ടണ്ടേ? തോമസ് കുട്ടി, ദേ പശുവിനെ ചവിട്ടിക്കാൻ ആള് വന്നു. ആ, ഇങ്ങോട്ട് നടക്കണ വേഗം. വാ, ഇങ്ങോട്ട് നടക്ക്. നിനക്കെന്താ മടി? നടക്കടാ. നിനക്കണ്ട ഇന്നൊരു ഉത്സാഹക്കുറവ്. വെള്ളം കുടിച്ചിട്ട് വയറ് നിറഞ്ഞില്ലേ? വാ. നിന്നെ ഇവിടെ കെട്ടിയിട്ടിട്ടേ എനിക്ക് ഒത്തിരി പണി വേറെയുണ്ട്. ഞാൻ പോയിട്ട് പിന്നെ വരാട്ടോ. കേട്ടോ, വനിതാ MLAക്ക് മന്ത്രിയുടെ ഹസ്തദാനം. MLAയുടെ ആരോപണത്തെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന്. ആര്? MLAയുടെ ഭർത്താവ്. പിടിവിടാൻ താമസിച്ചു കാണും. വീട്ടിൽ ഇരുത്തി പോറ്റിയാ പോരെ? അസംബ്ലിയെ കൊണ്ട് കെട്ടണോ? എന്ത് പുളിയാ പൂസാക്ക? കിട്ടണമെങ്കിൽ ഒരു അരക്കിലോ മേടിച്ച് നമുക്ക് മീൻകറിലിടാം. ഇത് വാളംപുളിയും കുടംപുളിയൊന്നും അല്ല. അസംബ്ലി നിനക്ക് പറഞ്ഞ മനസ്സിലാവത്തില്ല. വനിതാ MLA മൂസാബായിക്ക് അറിഞ്ഞൂടെ? ഇളകി മേഞ്ഞ പശു കെട്ടിയിട്ടാ പുല്ല് തിന്നില്ല. വിശക്കുമ്പോ കൊടുത്താ തിന്നും. ഇക്കാലത്ത് കനകം മൂലം കാമിനി മൂലം കുടിക്കാൻ തോട്ടിന്ന് കോരി വെച്ച വെള്ളത്തിലാണ് പഴത്തുലി എറിഞ്ഞു കളിക്കുന്നത്. സോറി, ഞാൻ ദോശക്കല്ലിൽ എറിഞ്ഞതാ. എന്താ? കല്ല് വെറുതെ പഴുത്ത് കിടക്കല്ലേ? വരുന്നവനും പോകുന്നവരും എറിഞ്ഞു കളിക്കാനല്ല ദോശക്കല്ലി കൂടാക്കി വെച്ചാക്കണത്. പോയത് പണ്ട് ലീലനെ കുത്തുവാളടിപ്പിച്ച ഒരു പെണ്ണ. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു പൊലിഞ്ഞത്. നീട്ടി വൈരി. ലൈറ്റ് ഒന്നിട്ടെ. ലൈറ്റ് ഇടാൻ മാത്രം പറയരുത്. എന്നാ ടോർച്ച് വരൽ തുമ്പലെ ചന്ദ്രൻ. കറണ്ട് കാശ് കൂടിയതുകൊണ്ട് ലൈറ്റ് ആയിട്ട് ഒരു ചായ വെച്ചാ പോലും കൊടുക്കാൻ പേടിയാ. കറണ്ട് കാശ് എപ്പോഴാ കൂടാതെ കറണ്ട് മന്ത്രിക്ക് പോലും അറിയില്ലാന്നേ. ആ മൂസാക്ക, ടോർച്ചിന്റെ ബാറ്ററി 12. കണ്ട് ചേട്ടത്തിയുടെ മക്കളെല്ലാം ഒരുപോലെ പറഞ്ഞു ചെയ്യിച്ച പോലെ. ചേട്ടത്തിക്ക് അറിയാതിരിക്കോ ക്ലോണിങ്? കൊഴപ്പീരയുടെ തീരെ കുറവാ. എത്രയും മോളെ? മൊത്തം 12 ലിറ്റർ. പറ്റുവല്ലതും ഉണ്ടോ? 36 രൂപ 50 പൈസ. 12, 36, 4, 40. ഇത് പുതിയതാണോ? കൊണ്ടുവന്നപ്പോ പുതിയതായിരുന്നു. പൈസ സൂക്ഷിച്ചുണ്ടോണേ.
അയ്യോ മോള് വെച്ചോ, മോള് വായിച്ചിട്ട് കൂടെ തന്നാ മതി. ആ അപ്പാപ്പൻ ഒരു കെട്ട് ബീഡിയും തീപ്പെട്ടി. ഓ ഓ ഓ പത്തനേശനാണേ. ഒരു 50 കിലോ എങ്കിലും കാണും. എല്ലാരും ഒറ്റ ത്രാസിൽ കാണല്ലേ എന്റെ മൂസാക്ക? അയ്യോ, ഇനി അതിൽ കയറി പിടിക്കല്ലേ. ഞാൻ ആ നരിക്കൂട്ടിൽ ഏലിയമ്മയുടെ പശുവിന്റെ കാര്യം പറഞ്ഞതാ. ഇത്തിരി വെള്ളം എടുത്തു കുടി, പുട്ടിറങ്ങട്ട്. അപ്പൊ മൂസാക്ക പശു ഇറച്ചിയാണ് വിൽക്കണത്? അല്ലാതെ പുലിയിറച്ചി വിൽക്കാൻ പറ്റുമോ? താനാരിവേ. പഞ്ചായത്തിലെ ഗോസംവർദ്ധന ഉപകേന്ദ്രത്തിൽ കൊണ്ടുപോയി 3 സൂചി വെപ്പിച്ചവക്ക് ചെന പിടിച്ചില്ലല്ലേ? ഇല്ല. ഇപ്പോഴത്തെ സൂചി പശുക്കൊക്കെ പിടിക്കുന്നില്ലെന്നാ അത് തോന്നുന്നു. പിന്നെ തനിക്ക് പിടിക്കൂ? ഈ പഴയ രീതി എന്നാടോ നല്ലത്? ഇതെങ്കിലും പിടിക്കുമോ വർക്കിച്ച? ഇപ്പൊ കണ്ടില്ലായിരുന്നോ? അതായിരുന്നു പിടുത്തം. ഇനി പിടിച്ചില്ലെങ്കിൽ എവള് മച്ചിയാണെന്ന്. എവള് മച്ചൊന്നുമല്ല, അവളെ നിപ്പ് കണ്ടില്ലേ? ഇത് പിടിച്ചില്ലേ താൻ എന്നെ ഇങ്ങനെ വിളിച്ചോ? പിന്നെ കറവ് തുടങ്ങുമ്പോ ആദ്യത്തെ ഒരു ഗ്ലാസ് പാല് താൻ പഞ്ചസാര ഇട്ട് എനിക്ക് കൊണ്ട് തരണം. ഓ, ഞാൻ ഏറ്റു. മറക്കരുത്. ഏറ്റു. കാശെടുക്കണോ? ദാ. എടാ തോമസ് കുട്ടി, വെള്ളം പൊങ്ങി വന്ന് നോക്ക്. ഹായ് എടാ ബോംബെ, നമുക്ക് മീൻ പിടിച്ചാലോ? തോമസ് കുട്ടി വേണ്ട, സ്കൂളിൽ പോകുമ്പോഴാ അവന്റെ ഒരു മീൻ പിടുത്തം. വേണ്ടാത്തനൊന്നും പോണ്ട. അപ്പൻ എപ്പോഴാ ഏത് വഴിക്കാ വരുന്നെന്ന് പറയാൻ പറ്റില്ല. സ്കൂളില്ലാത്തപ്പോ മീൻ പിടിക്കാം. ഈസി. ഉഴപ്പി ഇപ്പൊ തന്നെ നേരം വൈകി. ചേച്ചി ഞങ്ങൾ നടക്കാം. എന്റെ കൊലതല്ലി അമ്മേ. തന്നെ വീഴുമ്പോ സ്വഭാവം മാറിക്കൊള്ളും. അതിനങ്ങോട്ട് മുറുക്കി പിടിച്ചാ പോരാ എന്നെ മേടത്തി? മുറുക്കി പിടിച്ചാലും ഒതുങ്ങുന്നിടം പിടിക്കണം, അല്ലെങ്കിൽ വഴുതും. അതറിയാമോ? മഴക്കാലത്തും ചെത്തുള്ളതുകൊണ്ട് വഴുക്കലി പിടിച്ചല്ല ശീലമുണ്ടേ. ഒരു ചുമടുണ്ടല്ലോ തലയില്. ഇതൊന്ന് പിടിച്ച അമ്മച്ചി. രക്ഷയില്ല. ഒന്നും കൂടെ കേറി ചെത്തിയാലോ? അല്ല കുട്ടപ്പ, ഓ, എല്ലാരും 2 നേരം അല്ലെങ്കിൽ 3 നേരം ചെത്തും. താൻ ഇത് 4-5 തവണ ആയല്ലോ. അതെന്താണെന്ന് വെച്ചാ അന്നമ്മേട്ടത്തി ഇപ്പൊ കള്ളു കുറവാ. വെളുപ്പിനെ കയറി തല്ലിയാലേ അന്തിയാകുമ്പോ എന്തെങ്കിലും ചൊരത്തു. അതാ ഞാനിങ്ങനെ 5-6 തവണ. എന്റെ ഒരു വിധി നോക്കണേ. എന്റെ കള്ളുമുത്തപ്പ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. അതങ്ങനെയായി. കുട്ടപ്പ നനഞ്ഞ തുണി നോക്കിക്കാതെ കാളെ കുളിപ്പിക്കണ. കുളിപ്പിക്കല്ലേ വർക്കിച്ചോ? എനിക്കിന്ന് ഡബിൾ ഡ്യൂട്ടിയാ, വേറെ കിട്ടണം. വർക്കിച്ച കുട്ടപ്പൻ തേച്ച് വർക്കിച്ചന്റെ കാള തേഞ്ഞു പോവല്ലോ. കാണാം. കുട്ടപ്പനുള്ള ആൻപയർ ഇല്ല, ഒന്നും തേഞ്ഞു പോവില്ല. കുട്ടപ്പ നീ തേക്ക്. കെട്ടിയതിപ്പോഴും പേർഷ്യ തന്നെ ആണോ? അതെ. അവിടെ ഒട്ടകത്തിനെ തീറ്റുന്ന പരിപാടിയാ. അതെ, വീട്ടിലെ പശുവിനെപ്പോഴും കറവ ഉണ്ടോ അതോ വറ്റിയോ? വറ്റിയാലും ഇല്ലേലും താൻ ആ വഴിക്കൊന്നും വരണ്ട. എന്താടി പെണ്ണെ, നിന്റെ പശുവിന്റെ പ്രസവം നിർത്തിയോ? എടി നിന്റെ തുണിയല്ലേ കഴിഞ്ഞു, എങ്കി വാ പോവാ.
ആ മതി കാളയ്ക്ക്. ഇനി നീ ഒന്ന് തേച്ച് കുളിക്ക് വിട്ടപ്പ വെളുക്കട്ടെ. വർക്കിച്ചോ അതിനുള്ള സോപ്പിനെ കണ്ടുപിടിക്കണം. അല്ല വർക്കിച്ച, നിങ്ങളുടെ കാളയ്ക്കെന്താ രണ്ട് പാപ്പാമാര്? ഇതൊരു പ്രത്യേക ഒന്നാം പാപ്പ ഞാൻ, രണ്ടാം പാപ്പ അവൻ. എന്താ വർക്കിച്ച മതിയാക്കിയോ? ആ മതി, ഇന്നത്തേക്ക് ഇത് മതി. ഈ ഇറച്ചി അത്ര എല്ലാണല്ലോ. ഇത് മൂസാക്കളെ കൊണ്ടുവന്ന ഇറച്ചി തന്നെ. അയാളെ ഇറച്ചി കൊടുത്തിട്ട് എന്താ കാര്യം? അപ്പടിയല്ല, മുതലാളി പിടിച്ച് വരട്ടിക്കാണും. അതാ നേരത്തെ പോയത്. അയാള് പോയോ വന്നോ എന്നതല്ല പ്രശ്നം, എല്ലല്ലേ പ്രശ്നം. എല്ലില്ലാത്ത ഒരൊറ്റ പശുവും കാളയും നമ്മുടെ നാട്ടിലില്ല. ഇറച്ചി മാത്രം വെട്ടിയെടുത്ത് എക്സ്റേ എടുത്തോലെ മാടിനോ കൂടാൻ പറ്റുമോ? മൂസ എല്ലില്ലാത്ത ഇറച്ചി തേടി പോയതായിരിക്കും. ഓ, ഇന്നലെ ഇറച്ചിയിലെ എല്ലി അടിച്ച് എന്റെ വായിലെ പല്ല് പോയി. അതില്ല, പല്ല് പുറപ്പിക്കാൻ 50 കൊടുക്കണ്ടേ? ഞാൻ പോവാ. എന്റെ മറ്റൊരു കുപ്പി, ഒരു കപ്പ, ഒരു ചാള. കാളയ്ക്ക് എന്തെങ്കിലും മേടിക്കണം. അളവ് മതി, 2 രൂപ ഇതാ. മാർക്കറ്റിൽ പുറത്തല്ലേ കഴിച്ചുള്ളൂ. വർക്കിച്ചിന് മേലായിരിക്കും. ഓ, മേലാനിട്ടൊന്നുമല്ലെന്നേ, ബാക്കി ഓമനയുടെയും കുട്ടപ്പന്റെയും വീട്ടിലുണ്ടായിരിക്കും. നല്ല സ്വയംഭവ സാധനം. പൗത്രേട്ടാ, നമ്മളെ മൂസാക്ക് എവിടെ പോയെന്ന് പൗത്രേട്ടൻ അറിയോ? ഞാനെങ്ങനെ അറിയാനാ? ആ വർക്കിച്ചന്റെ പുറകെ പോയിട്ടുണ്ട്. അതിനാ ഷാപ്പി വരാതെ പുറത്ത് ചുറ്റിക്കറക്കി നിന്നത്. ഓഹോ, അപ്പൊ അതാ കാര്യം. വർക്കിച്ചൻ ഭക്ഷിച്ചതിന്റെ ബാക്കി എല്ല് തിന്നാൻ പോയതായിരിക്കും. കുട്ടപ്പന്റെ കയ്യില് 100 പച്ചനോട്ട് മടക്കി വെച്ച തന്റെ പേരും വരും ഓമനയുടെ കണക്ക് പുസ്തകത്തില്. ആന വേറെ, അണ്ണാൻ വേറെ, നരി വേറെ, സുന്ദരി വേറെ. കാശ് നാളെ, ഇന്നലത്തെ പിന്നെ തരാം. ഇതല്ല അതില് പാർത്ത പെണ്ണേ. വർക്കിച്ചിന് എന്താ വൈകുന്നേന്ന് ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. ലേശം തിരക്കിലായിരുന്നു. അപ്പോ കൈ കുറെ കാശ് കാണുമല്ലോ. അതിപ്പോ ചെലവാമല്ലോ. അതിന്റെ കെട്ടിയവനെന്തേ? വർക്കിച്ചോ, ഞാനിവിടെ ഉണ്ടേ. അടുക്കള ലേശം പണിയുണ്ടായിരുന്നു. ഇന്ന് കരിമീനാ. അതിരിക്കട്ടെ, ചവിട്ടിക്കലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇടവ് മാസമല്ലേ, ഇത്തിരി കുറവാ. എന്നാലും 5-6 കോളം ഉണ്ടായിരുന്നു. ഇന്നേതാ, മൂപ്പ അതോ ഇളയതോ? നല്ല ഇളം പരുവം, അന്തിക്കള്ള. വർക്കിച്ചിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് ചെത്തിയാ. ആ, നീ ചെന്ന് വർക്കിച്ചിന് വേണ്ടി കരിച്ചു വെച്ച, അല്ല പൊരിച്ചു വെച്ച കരിമീൻ എടുത്തിട്ടോ. ചെല്ല്. ഞാൻ ചെത്ത് നിർത്തുക. ഉള്ളതുകൊണ്ട് ഇവിടെ കാണാൻ കഴിഞ്ഞു കൂടിയാലോ എന്ന് ആലോചിക്കുക. വെറുതെ കയറ്റം ഇറക്കം തന്നെ മിച്ചം. അധ്വാനിക്കാതെ ജീവിക്കാനും ഒരു യോഗം വേണമല്ലോ. അതാ നീ ഓമന, നീ അവിടെ എന്തെടുക്ക? കപ്പ കരപ്പെട്ടിട്ട് പൊരിച്ചു മീൻ എടുത്ത എന്നെ ഭയങ്കര പേടി. വീട്ടിലെ തെങ്ങി എത്തിയിട്ട് എങ്ങനെയുണ്ട്? വല്ല ഗുണമുണ്ടോ? ഉണ്ടോന്നാ? ആലീസിന്റെ കല്യാണക്കാരിയൊക്കെ എന്തായി? എന്താകാൻ, മതം മാറിയ ഒരു ക്രിസ്ത്യാനി കേട്ടപ്പോഴാണെങ്കിൽ. തള്ളിയതെന്തായാലും നന്നായി. നമുക്ക് സത്യക്രിസ്ത്യാനികൾ മതി വർക്കിച്ച. ഓമന, ഞാനിവിടെ ഇത്തിരി. ഇപ്പൊ വേണ്ട. വേണ്ടെങ്കി വേണ്ട. ഞാൻ പോയി ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചോണ്ട് വന്നാലോ? അങ്ങ് ദൂരെ പോയി വാങ്ങിച്ചോണ്ടാ. അങ്ങൊന്ന് വാങ്ങിക്കാം. മുള്ളു നോക്കണേ. നടക്കുമ്പം മുള്ളു നോക്കണം. വഴിയില് നീയും കൂടി എന്താ വർക്കിച്ച ഇത്? കുടിക്കണേ. ചുരുട്ടാൻ പോയി
കണ്ടില്ല. നല്ല വേഗമുണ്ട്. അവന്റെ കൊല. അച്ഛാ, ആ. ശ്ശോ, മതി. പറച്ചോനെ, ആരും കാണാത്ത സ്വർഗത്തിന്റെ വാതിൽ. പക്ഷെ എങ്കിൽ നമുക്കിപ്പോ അത് തുറക്കാൻ പറ്റൂല. നമുക്ക് നരകത്തിന്റെ വാതിൽ തുറക്കാം. ഈ 2 ബോംബും കൂടെ ഇന്ന് അവിടെ വർക്കി, നിന്റെ ഒറ്റയ്ക്കുള്ള ചാപ്പാട് ഞാനൊന്ന് നിർത്തും. ഞാനൊന്നും തന്നില്ല എന്ന് വേണ്ട. നീ പറഞ്ഞ പഞ്ചസാര എന്തേല് പിള്ളേർക്ക് ബീഫ് ഫ്രൈ ഉണ്ട്. ഞാനത് മണിക്കൂട്ടൻ കൊടുത്തിട്ട് വരട്ടെ. മണിക്കൂട്ടാ, മണിക്കൂട്ടാ. ഇതെന്താ? ഇത് ബ്ലൗസ്. അപ്പൊ ഇതോ? ഇത് ബ്ര. ഇതെന്താ? പഴം. ഇതൊക്കെ ആരുടെയാ? എനിക്കറിയില്ല, നിന്റെ അല്ലേ? നീ ഇതൊക്കെ എന്തായാലും എന്നെ കാണിക്കുന്ന ചോറ് വിളമ്പടേ. ഇതൊക്കെ ആരുടേതാണെന്ന് ഇതിന് മറുപടി പറ. ഇതൊക്കെ നിങ്ങളുടെ സഞ്ചിക്കകത്ത് എങ്ങനെ വന്നതാ? എന്റെ സഞ്ചിക്കകത്തോ? അതെങ്ങനെ വന്ന്? കണ്ടിട്ട് കേറി ഇറങ്ങുന്നതും പോരാതെ അവളുമാരെ ബ്ലൗസും ബ്രോയും ഒക്കെ എടുത്തോണ്ട് വരാനും തുടങ്ങിയോ? നാട്ടുകാർ പറയുന്നത് വെറുതെയല്ല. കുടിക്കുന്നതോ പോട്ടെ, കിട്ടുന്ന കാശ് മുഴുവൻ കണ്ടോളമാരി പിടിച്ചു വാങ്ങിക്കല്ലേ? എന്റെ കൂടെ പൊറുക്കണമെങ്കിൽ നാടക്കി നിന്നോണം. വർക്കിക്ക് തോന്നുമ്പോ തോന്നുന്നിടത്ത് പോവും, തിരിച്ചിവിടെ തന്നെ വരും. എവിടെ പോണ് കമലാക്ഷി? ഞാൻ മെടയാൻ പോണടി. ഐസില്ലാത്ത മീനെ, നാളെ ഹർത്താൽ, നാളെ ഹർത്താൽ. ഇന്ന് ഹർത്താൽ ഇല്ല, മറ്റന്നാൾ ഭാരതമുണ്ട്, അതിനും മറ്റന്നാൾ ലോക ഹർത്താൽ. ഓടിവാ, ഓടിവാ. നാളെ തിന്നാം, മറ്റന്നാൾ തിന്നാം. ഓടിവാ. മെല്ലെ തിന്നാൽ ഇതിന്റെ മുള്ളും തിന്നാം. നോക്കിക്കാട്ട് വന്ന് വാങ്ങി ചേട്ടാ. ഓടിവാ. എന്നാ പിന്നെ മോനെ? അത്രയും പറ്റില്ലേ? ഓടിവാ, ഓടിവാ, ഓടിവാ. കിലോ 40 രൂപ, 40 രൂപ, കിലോ 40 രൂപ. ഓടിവാ, ഓടിവാ. ഓടിവാ ചേച്ചി. നോക്ക്, അത്തല് മീനാണ്. എന്താ അതിന് വില? നേരത്തെ പറഞ്ഞില്ലേ വേഗം വാങ്ങ്. പൊടിയൊന്നും വേണ്ട, ഞാനിവിടെ അടുത്തുള്ളതാ. എന്നാലും അങ്ങനെ അല്ലല്ലോ അമ്മച്ചി, പൊതിഞ്ഞ് വൃത്തിയായിട്ട് കൊണ്ടുപോകണേ. എടുക്കട്ടെ, ഐശ്വര്യ ആവട്ടെ. 1 കിലോ ഉണ്ടോ? തൂക്കത്തിൽ കുറയ്ക്കത്തില്ല അമ്മച്ചി. അവരെ കണ്ടിട്ട് നല്ല പഠിപ്പുണ്ടെന്ന് തോന്നണല്ല. അതല്ലേ ചേട്ടാ ഞങ്ങൾ ഐശ്വര്യമായിട്ട് മീകച്ചോട് തുടങ്ങിയത്. ഇവൻ MA, ഞാൻ BCom വിത്ത് കമ്പ്യൂട്ടർ സയൻസ്. ഏറ്റുന്ന തോന്നണം. ചുമ്മാ ഇരിക്കേട്ടാ. വേഗം ചേച്ചി. ചേച്ചി നാളെ ബന്ധാ മീനൊന്ന് വാങ്ങിച്ചോ. മീനാടോ? അസൽ മത്സ്യല്ലേ? എന്തിന്? കേരളം അല്ലേ ചേട്ടാ, വൈകുന്നേരം ആകുമ്പോഴേക്കും ബന്ധിനുള്ള വക എത്താലോ. ഒരു മുൻകരുതൽ എന്ന നിലയിൽ 1 കിലോ വാങ്ങിച്ചോ. പിടയ്ക്കണ മീനാണ് ചേച്ചി. പക്ഷെ ചീഞ്ഞാന്നേ ഉള്ളു. നിങ്ങൾ വെക്കുന്നത് മീനാ അതാ ഫിഷാ? അല്ല, മത്സ്യം. നല്ല പിടയ്ക്കണ സൈസാ, ഒന്നും എടുക്കട്ടെ. വേണ്ട വേണ്ട. ശരി, വീണ്ടും കാണാം. കാണണം. കള്ള ഇതിനകത്ത് കള്ളാന്ന്. നമ്മുടെ അടുത്ത വേഷം കെട്ട്. എന്തായാലും വിൽപ്പന ഉഷാറായി തുടങ്ങിയിട്ടുണ്ട്. കൈനീട്ടമായി, നമുക്കിനി പിരിയാം. മീനെ 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 മീനെ. അപ്പോഴേ നമുക്ക് വൈകുന്നേരം കാണാം. അപ്പൊ പറഞ്ഞ സമയത്ത് പറഞ്ഞതുപോലെ. ശരി. മീനെ മീനെ മീനെ, നല്ല അയല തരാം, മത്തി തരാം. മീനെ 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 മീനെ, പിടയ്ക്കണ മീനെ.
സോഫിയ ഋഷി. അതെ, ഋഷി എന്താ ഇവിടെ? ഇതേണ്ടില്ലേ, ഇതാ ഇപ്പോഴത്തെ പണി. അല്ല, സോഫിയ എന്താ ഇവിടെ? ദേ, ഈ വഴിയുടെ തൊട്ടപ്പുറത്താ എന്റെ വീട്. ആഹാ. ആ, ഇതെന്താ? മീൻ. ഇക്കാലത്ത് ബികോമും കമ്പ്യൂട്ടർ കൊണ്ട് ഒരു കാര്യമില്ല. ഉം. അതുകൊണ്ട് മീൻ കച്ചവടത്തിന് ഇറങ്ങാൻ വെച്ചു. ദമ്പടി കിട്ടുവേ, ജീവിക്കണ്ടേ. എന്നാലും ഞാൻ വിചാരിച്ചു, എന്ത് വിചാരിച്ചു? ചിലപ്പോ ഏതെങ്കിലും കമ്പനിയിലെ അക്കൗണ്ടന്റോ ഏരിയ മാനേജറോ ഒക്കെയായി അടിച്ചു പൊളിക്കുന്നുണ്ടാവുമെന്ന്. ആഹാ, കേൾക്കാൻ സുഖമുള്ള എന്ത് നല്ല നടക്കാത്ത സ്വപ്നം. അല്ല, സോഫി എങ്ങോട്ടാ? ആ, പഠിപ്പ് നിർത്തിയ പിന്നെ തയ്യലാ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവാ. എംബ്രോയിഡറി, ചുരിദാർ, ബ്ലൗസ്. ആ, പഴയ കമ്പനിക്കാരൊക്കെ. നമ്മുടെ വിഷ്ണു ഉണ്ട്, ഓർമ്മയില്ലേ? നമ്മുടെ മിമിക്രിക്കാരൻ, പഴയ ഗാനഗന്ധർവൻ. എന്നിട്ട് എവിടെ? ആ, അവൻ വേറൊരു വഴിക്ക് പോയി. ആ, 2 റൂട്ട് കവർ ചെയ്യാനുണ്ട്. ഉം. സോഫിയക്ക് മീൻ വേണോ? പരിചയക്കാർക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. ഇപ്പോഴോ? നാളെ ആവട്ടെ, വീട്ടിനടുത്ത് വന്നാ വാങ്ങാം. എന്നാ നാളെ വരാം. ആ, 2-3 പാർട്ടിയെ പിടിച്ചു തരണം. കമ്മീഷൻ ഉണ്ട്. എന്റെ ജീവിത പ്രശ്നമാണേ. ഓക്കെ, വരട്ടെ. ആ, ശരി. മീന് 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 മീനേ. ഓ, അന്നമ്മേ, നീ വന്നേ. ദാ വരുന്നു. ആ, എടി ഞാൻ പോന്നു. നീ വല്ലം നിറച്ച് വന്നാ മതി. ശരി. എന്താടി നീ ഇന്ന് നേരത്തെ? ഞാനിന്ന് നേരത്തെ പോന്നു. നീ എന്താ കിനാവ് കാണുകയാണോ? ഞാൻ ഋഷിയെ കണ്ടു. ഋഷിയോ? ഏത് ഋഷി? നിന്റെ കൂടെ കോളേജിൽ പഠിച്ച ഋഷിയോ? അതെ. അതാണ് ഇത്ര സന്തോഷം. നീ ഇതൊന്ന് പിടിച്ചേ. മാഷ് ഉദ്ദേശിക്കുന്ന പോലല്ല ചേലക്കരക്കാര്. അടുക്കും തോറും അകലാൻ ശ്രമിക്കും, അകലുമ്പോഴോ അടുക്കാനും. അത് ശരിയാ. ഞാൻ വന്നിട്ട് അധികമായില്ലല്ലോ. ആ, തോമസ് കുട്ടി എങ്ങോട്ടാ? ബാർബർ ഷോപ്പിലേക്കാ. അതിന് നിന്റെ മുഖത്ത് താടിമീശയൊന്നും ഇല്ലല്ലോ. അപ്പാപ്പന്റെ മുടി വെട്ടാൻ ബാർബറെ വിളിക്കാനാ. ആ, കളിച്ച് നടക്കാണ്ട് വല്ലതും പഠിക്കണം കേട്ടോ. നാളെ ഞാൻ 10 ചൊല്ലിക്കും. അവൻ മിടുക്കനാ മാഷേ. ഇപ്പൊ കേക്കാം അപ്പാപ്പന്റെ നല്ല വഴക്ക്. കുശാലായി. ആളേതാ കൈയോടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താടാ, ആളയച്ചാലേ വരാൻ പറ്റൂ. താടി വളർന്നത് കണ്ടില്ലേ? ശരിയാ, കടയിൽ ആരും ഉണ്ടായിരുന്നില്ല, ജോലി തിരക്കായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. തുടങ്ങിക്കോ. താമസൂട്ടി ദാ വരുന്നു. ഞാൻ പോട്ടെ അപ്പാപ്പ. അന്നമരത്തെ ഇത്തിരി വെള്ളം. എടാ, ഇങ്ങനെ തിരിച്ചു മറിച്ച് 50 നോട്ട് 500 ആവോ? അവനെന്ന് ആഗ്രഹിച്ചു പോവാ. വീട്ടിലെ കാര്യങ്ങളൊക്കെ നിനക്ക് നന്നായി അറിയാലോ. ഇതും പറഞ്ഞ് കൂടുതൽ സെന്റിമെന്റ്സ് ആവണ്ട. ഞാൻ ഇതിൽ നിന്നൊരു പങ്കെടുത്ത് രാജസ്ഥാൻ മരുഭൂമിക്ക് മഞ്ഞപ്പിത്തുണ്ടോ നോക്കണ എന്റെ സാവിത്രി കുട്ടിക്ക് അയക്കാൻ പോവാ. ഈ 5 രൂപയോ? ഒരു കത്ത് അയക്കാൻ വേണ്ടടാ, മിനിമം 5 രൂപ. അതിനേക്കാൾ ഭേദം ഒന്ന് ഫോൺ ചെയ്യുന്നതല്ലേ, ഇപ്പൊ അതാ ലാഭം. ആ, അതും ശരിയാ, ആലോചിച്ച് ചെയ്യാം.